1982 സ്വർഗീയ പരമേശ്വർജിയും EMS തമ്മിൽ ഒരു സംവാദം നടന്നു. EMS പറഞ്ഞു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഒരു രാജ്യമായത് എന്ന്. ഈ പറയുന്ന തിയറികളെല്ലാം കമ്മ്യൂണിസ്റ്റ് തിയറികളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതാണ്. സായിപ്പ് വരുന്നതിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നില്ല, തമ്മിൽ തല്ലുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. ശരിയാണ്. അധികാരത്തിന്റെ പേരിൽ കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും തമ്മിൽ തല്ലിയിട്ടുണ്ടാവും. പക്ഷേ അനന്തപത്മനാഭനെ ദർശിക്കുവാൻ വേണ്ടി കൊച്ചി രാജാവ് പോകുമ്പോൾ സ്വാഗതം ഓതുവാൻ തിരുവിതാംകൂർ രാജാവ് ഉണ്ടാകുമായിരുന്നു. ഗുരുവായൂരിലേക്ക് അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്ന് രാജാവ് വന്നാൽ സ്വീകരിക്കുവാൻ ഇവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നു. അധികാരത്തിന് വേണ്ടി നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തല്ലുന്നത് പുതിയതല്ല. ആന്ധ്രാപ്രദേശിനെ വിഭജിക്കുവാൻ വേണ്ടി നൂറുകണക്കിന് ഭരണങ്ങൾ നടന്നിട്ടാണ് തെലുങ്കാന ഉണ്ടായത്. ഒരു 10 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. കാവേരി നദിയെ ചൊല്ലിയിട്ട് തമിഴ്നാടും കർണാടകയും തമ്മിൽ എത്ര കാലങ്ങളായിട്ട് നല്ല തല്ല് നടക്കുന്നുണ്ട്. അധികാരത്തിന്റെയും നദിയുടെയും ഒക്കെ പേരിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഈ ഭാരതത്തെ ഭാരതമാക്കുന്നത് നാട്ടുരാജാക്കന്മാരല്ല എന്നും കന്യാകുമാരി ദേവി തപസ് ചെയ്യുന്നത് കൈലാസനാഥനെയാണ് എന്നും കന്യാകുമാരിയിൽ ജീവിക്കുന്ന ഒരാൾ കാശ്മീരിൽ ചെന്നിട്ട് നമസ്തേ എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ച് നമസ്കാരം എന്ന് പറയുമെന്നും ജയ്റാം പറഞ്ഞാൽ സീതാറാം എന്നും മറുപടി എന്നും എക്കാലത്തും ഭാരതത്തിൽ ലഭിക്കുമെന്നും മലയാളിയും തമിഴ്നാട്ടുകാരനും കന്നഡക്കാരനും ഹിന്ദിക്കാരനും ഒറീസയും പഞ്ചാബിയും മറാഠിയും അങ്ങനെ അനേകം ഭാഷകൾ ഉണ്ടെങ്കിലും ഞാനൊരു ഭാരതീയനാണെന്ന തിരിച്ചറിവ് ഈ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ നാടിന്റെ സനാതന വിശ്വാസത്തിന്റെ ആചാരങ്ങളെ തകർത്താൽ മാത്രമേ, ഇവരുടെ പാരമ്പര്യമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർത്താൽ മാത്രമേ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കുവാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുവാനും നമ്മുടെ വിദ്യാഭ്യാസത്തെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വൽക്കരിക്കുവാൻ വേണ്ടി മാക്സ് മുള്ളർ നമ്മുടെ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്തു. നമ്മുടെ ആചാരങ്ങളെയെല്ലാം നിന്ദിച്ചു. അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യമല്ല, അത് മെക്കാളെ പ്രഭു അവനെ പഠിപ്പിച്ചു കൊടുത്ത മുദ്രാവാക്യമായിരുന്നു. ഹിന്ദുക്കൾ അമ്പലത്തിൽ ചെന്നു. ആ സമയത്ത് പാതിരി പുറത്തു നിന്നു. അമ്പലത്തിൽ പോകുന്ന ഹിന്ദുവിനോട് ചോദിച്ചു, നീ കല്ലിനോട് ആരാധിക്കാൻ പോവുകയാണോ? നിന്റെ കല്ല് കരയാറുണ്ടോ, ചിരിക്കാറുണ്ടോ? വയലാറിന്റെ കവിത, വയലാറിൻ്റെതല്ലത്, അത് സായിപ്പിന്റെ ചിന്തകളായിരുന്നു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പറയുമ്പോൾ ഹിന്ദുവിന്റെ ദൈവങ്ങൾ കേവലം കളിമൺ പ്രതിമകളാണ് എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവിന്റെയും മാക്സ് മുള്ളറുടെയും ഐഡിയ ആയിരുന്നു. ആ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഗുരുവായൂർ അമ്പലം പൊളിച്ചവിടെ കപ്പ വച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തീരുമെന്ന വാക്ക് വന്നത്. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ് എന്ന വാക്ക് വന്നത് ആ വിദ്യാഭ്യാസത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആളിലൂടെയായിരുന്നു. അറിയുക, ചിരപുരാതനമായ ഈ സംസ്കാരത്തെയും ജനതയെയും തകർക്കുവാൻ വേണ്ടി ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷത്തെ നിരന്തര വൈദേശിയാക്രമണത്തിന് ശേഷവും ഞാനൊരു ഹിന്ദുവാണെന്ന് ഓരോ രോമകുമങ്ങളിലും അഭിമാനത്തോടു കൂടി പറയുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന സനാതന ധർമ്മി ഇന്ന് ഈ രാഷ്ട്രം ഭരിക്കുന്നുവെങ്കിൽ നാം എന്ത് മനസ്സിലാക്കണം? ഈ സംസ്കാരത്തെ, ഈ ധർമ്മത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇതൊരു മതമല്ല എന്നതുകൊണ്ട്.